ഭാര്യമാരുടെ ചെലവ് മുടക്കിയിട്ട് അവരെ ദുരിതത്തിലാക്കാൻ പാടില്ല എന്നാണ് ഖുതുബയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്ലാമിൽ ഭർത്താവിന് ഭാര്യയുടെ മുന്നിൽ വലിയ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ആ സ്ഥാനങ്ങളെല്ലാം ഇസ്ലാം ഭർത്താവിന് വകവെച്ചു കൊടുക്കുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് കൃത്യം ചെലവ് കൊടുക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ്. ചെലവ് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥാനവും ഭർത്താവിന് ഭാര്യൻ്റെ മുന്നിലില്ല. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈൻ തന്നെ പറഞ്ഞത്, പൊതുവെ ഭാര്യമാർ ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ ടൗണിൽ പോവുക, പർച്ചേസിന് പോവുക, ജോലിക്ക് പോവുക, ഇതൊന്നും പാടില്ല, എല്ലാം ഹറാമാണ്. അതേസമയം ഭർത്താവ് ചെലവ് കൊടുക്കാത്തവനാണെങ്കിലോ ആ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ തന്നെ അവൻ്റെ മുന്നിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് ഭാര്യയ്ക്ക് ഇത്തരം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി പോകാം. അപ്പോൾ ഭർത്താവിൻ്റെ സമ്മതം ചോദിച്ചിട്ടേ പോകാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഭർത്താവ് നിന്നെ പോറ്റുന്നത് കൊണ്ട്. ഭർത്താവ് നിന്നെ പോറ്റുന്നില്ല, ചെലവ് തരുന്നില്ല എന്നുണ്ടെങ്കിലോ ഭർത്താവിൻ്റെ സ്ഥാനം ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നില്ല. എന്നല്ല, ചെലവ് മുടക്കിയിട്ട് ഒരു ഇബാദത്തും ഇസ്ലാമിലില്ലല്ലോ. ഭാര്യമാരെ ചെലവ് മുടക്കിയിട്ട് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ് ഹജ്ജിന് വേണ്ടി പോവുക, ഉംറയ്ക്ക് വേണ്ടി പോവുക. പക്ഷേ ഹജ്ജും ഉംറയും നിർബന്ധമാകുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, വെറും ഹജ്ജിന് പോകാൻ വേണ്ടിയുള്ള സമ്പാദ്യം മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. 40 ദിവസത്തെ പാക്കേജിനാണ് ഒരാൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ ആ 40 ദിവസം അവൻ്റെ വീട്ടിലെ ഭാര്യക്കും ചെറിയ മക്കൾക്കും ജീവിക്കാൻ ആവശ്യമുള്ള സമ്പാദ്യം അവൻ്റെ കയ്യിൽ ഉണ്ടാവണം. അത് അവരെ കയ്യിൽ ഏൽപ്പിച്ച് അതിന് പുറമെ ഹജ്ജിന് വേണ്ടി മുടക്കാനുള്ള സമ്പാദ്യമുള്ളവൻ മാത്രമേ ഹജ്ജിന് പോകേണ്ടൂ. ഭാര്യമാരെയും മക്കളെയും പട്ടിണിക്കിട്ടിട്ട് ദുരിതത്തിലാക്കിയിട്ട് പോകാൻ പാടില്ല. ഇബ്നു ഹജർ തങ്ങൾ അതിന് പറഞ്ഞ കാരണം തന്നെ നീ പോകുന്ന സമയം, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന സമയം, തിരിച്ചു വരുന്ന സമയം ചെലവ്, നാട്ടിലുള്ള ഭാര്യ മക്കൾക്ക് വേണ്ട ചെലവ് ബാക്കിയാക്കാതെയാണ് പോയതെങ്കിൽ അവർ ദുരിതത്തിലായി പോകൂലേ. ഭാര്യ മക്കൾ ഒരിക്കലും ദുരിതത്തിലാക്കിയിട്ട് ഒരു ഹജ്ജും ഇല്ല, ഒരു ഉംറയും ഇല്ല. നിസ്കാരം ഖളാ ഉള്ളവൻ അവൻ്റെ ജീവിതം മുഴുവനും അവൻ ഖളാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണമെന്നാണ് മസ്അല. അനാവശ്യമായിട്ട് കുറേ ചെറുപ്പത്തിലെല്ലാം നിസ്കാരം ഒരാൾ ഖളാ ആക്കി ഇനി ഭാവിയിൽ അത് ഖളാ വീട്ടുന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളും അയാൾ ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാ മസ്അല. പക്ഷേ അത് പറഞ്ഞപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇല്ലാമാ യുൽതറു ഇലൈഹി ലിനഹ്വി നൗമിൻ ഔ നഫഖതി മൻ തൽസമുഹു നഫഖതു. അതേസമയം അവൻ നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി എല്ലാ സമയവും ഉപയോഗിച്ചാൽ ഭാര്യ മക്കൾ പട്ടിണിയായി പോകുമെന്നുണ്ടെങ്കിലോ അവരെ പട്ടിണി കിട്ടിയിട്ട് നിസ്കാരം ഖളാ വീട്ടണ്ട. അവർക്ക് ചെലവിന് ആവശ്യമുള്ളതായ പണിയെടുത്ത്, തൊഴിലെടുത്ത്, ജോലി ചെയ്ത് ബാക്കിയുള്ള സമയം നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ മതി. അപ്പോൾ നിസ്കാരം ഖളാ വീട്ടുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നിന്റെ ജീവിതത്തിൽ നീ ഭാര്യമാർക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. സ്വതക്ക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും കൂലിയുള്ള കാര്യമാണ് സ്വതക്ക. പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ ഭാര്യ മക്കളുടെ ചെലവിന് ആവശ്യമുള്ള സമ്പാദ്യം എടുത്ത് സ്വതക്ക ചെയ്യുന്നത് അത് ഹറാമാണ്. ആദ്യം ഭാര്യ മക്കളുടെ ചെലവാണ് നോക്കേണ്ടത്. എന്നല്ല, അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിവിധ മേഖലകളിൽ സമ്പത്ത് ചെലവാക്കുന്നുണ്ടാവാം, പക്ഷേ ഒരാൾ ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രതിഫലമുള്ള, ഏറ്റവും മഹത്വമുള്ള സമ്പാദ്യം അത് സ്വന്തം ഭാര്യക്കും സ്വന്തം മക്കൾക്കും കൊടുക്കുന്ന, ചെലവിൻ്റെ പേരിൽ ചെലവാക്കുന്ന ഏറ്റവും നല്ല കൂലിയുള്ള സദഖ അതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പം അതുകൊണ്ട് ചെലവ് മുടക്കിയിട്ട് കുറേ ആളുകൾ ഈ കാര്യത്തിൽ ശ്രദ്ധല്ലാതെ എവിടെയെങ്കിലും പോവുക, പെണ്ണെട്ടിട്ട് 2 കുട്ടികളാക്കുക, പിന്നെ അവരെ വിട്ടിട്ട് ഓനിപ്പോൾ വേറെ എവിടെ സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഇവരെ കാര്യം തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ എത്ര പെണ്ണുങ്ങളാണ്, എത്ര കുട്ടികളാണ്, എത്ര പെണ്ണുങ്ങളാണ് വീട്ടു ജോലി ചെയ്തിട്ടും മറ്റൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഈ മക്കളെ പോറ്റുന്നു. ഞാൻ മനസ്സിലാക്കുന്നു, ഇങ്ങനെ എവിടെയെങ്കിലും പോയി പെണ്ണെട്ടിട്ട് 2 കുട്ടികളുണ്ടാക്കിയിട്ട് ചെലവ് കൊടുക്കാതെ ആഖിറത്തിലെത്തുന്നവൻ അവൻ ഏറ്റവും വലിയ കടക്കാരനായിട്ടായിരിക്കും ആഖിറത്തിലേക്ക് എത്തുക. കാരണം ഈ ഭാര്യൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഉമ്മപ്പാൻ്റെ ചെലവ് പോലെയല്ല. ഉമ്മാക്കുപ്പാക്കും ചെലവ് ഇന്ന് കൊടുക്കൽ നിർബന്ധ, പക്ഷേ ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ നാളേക്കത് കടബാധ്യതയായിട്ട് എൻ്റെ മേലിൽ ഉണ്ടാവൂല എന്നാ. അതേസമയം ഭാര്യമാർക്ക് നീ 1 കൊല്ലക്കാലം ചെലവ് കൊടുത്തിട്ടില്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോൾ 1 ദിവസത്തെ ചെലവ് കൊടുത്താൽ പോരാ. എത്ര കാലമാണോ ചെലവ് കൊടുക്കാത്തത് അത് മുഴുവനും നിന്റെ പെരടിയിൽ ബാധ്യതയായി കടമായി നിൽക്കുന്ന, അത് മുഴുവനും കൊടുത്തു വിട്ടണം എന്നാ നിയമം. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കി,
എവിടെയോ പോയിട്ട് ഒരു പെണ്ണെട്ടിയിട്ട് 2 കുട്ടികളുണ്ടാക്കിയിട്ട് പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കാത്തവൻ അവൻ എത്ര മക്കബറയിൽ പോയിട്ടും കാര്യമില്ല. കുറേ ആളുകൾക്ക് ഇതാ പരിപാടി, പെണ്ണെട്ടിയിട്ട് കുട്ടികളാക്കിയിട്ട് മക്കബറയിൽ പോവാ, അവിടെ പോവാ, ഇവിടെ പോവാ, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, ഭാര്യമാരും മക്കളും കഷ്ടപ്പെടുക. ഇങ്ങനെയുള്ളവൻ ആഖിറത്തിലെത്തുമ്പോൾ ഈ ഭാര്യമാർക്ക് കൊടുക്കാത്ത ചെലവിൻ്റെ കണക്കെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും വലിയ കടക്കാരനായിട്ട്, ഏറ്റവും വലിയ ബാധ്യതയുള്ളവനായിട്ട് ഓനായിരിക്കൂലേ ആഖിറത്തിലേക്ക് വരിക. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഖുതുബയിൽ കേട്ടു, മഹാനവറുകൾ മസ്ജിദുൽ അഖ്സയിൽ ഇരിക്കുമ്പോൾ, ഡമസ്കസിൽ ഇരിക്കുമ്പോൾ മഹാനവറുകളെ കാണാൻ വേണ്ടി മഹാനവറുകളുടെ കാര്യസ്ഥൻ വന്നു. ഗഹറുമാൻ, കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നയാൾ. എവിടുന്നാ വരുന്നത്? ഷാമിൽ നിന്നാ വരുന്നത്. അപ്പൊ കാണാൻ വേണ്ടി വന്നപ്പോൾ ചോദിച്ചു, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് ഇവിടെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, അതിനു വേണ്ടി പോകുന്നതാ. അപ്പൊ ചോദിച്ചു, നീ എൻ്റെ വീട്ടിലെ കാര്യസ്ഥനല്ലേ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ ഭാര്യ മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം അവരെ വീട്ടിലുണ്ട് എന്ന് നീ ഉറപ്പുവരുത്തിയിട്ടാണോ വന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ വരുമ്പോൾ അവിടെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു, അത് മതിയാകുമെന്ന് വിചാരിക്കുന്നു. മഹാനവറുകൾ പറഞ്ഞത് പോരാ, ഉടനെ തന്നെ നീ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അവർക്ക് ആവശ്യമുള്ളത്ര അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് നീ തിരിച്ചു വരണം. എന്നിട്ടേ നിന്റെ ആവശ്യത്തിൽ നീ ഇടപെടാവൂ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറ്റം എന്ന് പറയാൻ കള്ളുകുടിക്കൽ മാത്രമല്ല, പെണ്ണുപിടിക്കൽ മാത്രമല്ല, ചെലവ് കൊടുക്കേണ്ടവരുടെ ചെലവ് കൊടുക്കാതെ അവരെ ദുരിതത്തിലാക്കിയാൽ അത് അല്ലാഹു തആല നമ്മുടെ പെരടിയിൽ കുറ്റമായി, തെറ്റായി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ചെലവ് കൊടുക്കാതെ നടക്കുന്നത് വലിയ തെറ്റാ. അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊക്കെ വലിയ ശ്രദ്ധ വേണം. പിന്നെ കുറേ ആളുകൾ ഈ ഭാര്യമാരെ ശ്രദ്ധിക്കാതായി പോകുന്നത് എന്തുകൊണ്ടാ? ഒന്ന് കള്ളു കുടിക്കുന്ന, കഞ്ചാവ് പിടിക്കുന്ന, പുകവലിക്കുന്ന ഇങ്ങനെയുള്ള സ്വഭാവത്തിനൊക്കെ അടിമകളായി പോയാൽ പിന്നെ അവർക്ക് പൈസ ഉണ്ട്. എത്ര പണിയെടുക്കാതെ ജീവിക്കുന്നവർ ഇവിടെ വളരെ കുറവല്ലേ? ഭൂരിഭാഗം ആളുകളും പണിയെടുക്കുന്നവരാ. പക്ഷേ ഈ കിട്ടുന്ന പൈസ മുഴുവനും കഞ്ചാവ് അടിക്കാനും, സിഗരറ്റ് വലിക്കാനും, ബീഡി വലിക്കാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ദുസ്വഭാവങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയപ്പോൾ പിന്നെ വീട്ടിലേക്ക് പൈസ എത്തുന്നില്ല, ഭാര്യമാർക്ക് കൊടുക്കാൻ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പുകവലിയെ പറ്റി പറഞ്ഞപ്പോൾ കറാത്താണോ ഹറാമാണോ എന്ന് 2 അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കുടുംബത്തിന്റെ ചെലവിന് ആവശ്യമുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് ഒരാൾ ബീഡി വാങ്ങുന്നത്, സിഗരറ്റ് വാങ്ങുന്നത്. അങ്ങനെ ഓൻ ബീഡി വലിച്ചത് കൊണ്ട് ഓന്റെ കുടുംബം പട്ടിണിയായാൽ ആ ബീഡി വലി ഹറാമാണ്, പുകവലി ഹറാമാണെന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ദുശ്ശീലങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവാക്കി നമ്മുടെ ഭാര്യമാരെ ചെലവ് നമ്മൾ മുടക്കിയാൽ ആ പുകവലിയും എല്ലാം ഹറാമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ ചോദ്യം ചെയ്യും. വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, തൂബാലക്, നിങ്ങൾ വലിയ ഭാഗ്യവാൻ. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ ഇബാദത്തിന് വേണ്ടി മാറ്റി നിർത്തിയല്ലോ. നിങ്ങൾ പെണ്ണൊന്നും കെട്ടിയിട്ടില്ലല്ല. അങ്ങനെ ഇബാദത്തിന് വേണ്ടി മാറ്റി നിർത്തിയ ജീവിതത്തിന്റെ ഉടമയായ നിങ്ങൾ എന്തൊരു വലിയ മഹാൻ, എന്തൊരു വലിയ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നീ മനസ്സിലാക്കിക്കോ, ലറൗഅത്തും മിൻക ബിസബബിൽ ഇയാലി അഫ്ളു മിൻ ജമീഇ മാ അന ഫീ. ഞാൻ ഇബാദത്തെടുത്ത് ഇങ്ങനെ കൂടുകയല്ലേ, അതേസമയം നീ നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി ചെലവ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുകയല്ലേ, നിന്റെ ത്യാഗം ഞാൻ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളെക്കാളും ചിലപ്പോൾ റബ്ബിൻ്റെ അടുത്ത് മഹത്വമുള്ളതായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ നിലവിലെ അവസ്ഥയേക്കാൾ നിന്റെ അവസ്ഥയായിരിക്കും റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും മെച്ചപ്പെട്ടത്, ഏറ്റവും ഉഷാറെന്ന് ആ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുന്നത് ഗസ്സാലി ഇമാം ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ എന്നെ പോലെ നിങ്ങൾക്കും പെണ്ണെട്ടിക്കൂടെ? അപ്പൊ ഇബ്രാഹിം അദ്ഹം തങ്ങൾ പറഞ്ഞു, പെണ്ണ് കെട്ടൽ സുന്നത്താവണമെങ്കിൽ പെണ്ണ് കെട്ടാൻ പൂതി വേണം, ആഗ്രഹം വേണം, ആവശ്യം വേണം. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യമില്ലാതെ ഞാനൊരു പെണ്ണ് കെട്ടിക്കൊണ്ടുവന്നിട്ട് ആ പെണ്ണിൻ്റെ ജീവിതം വെറുതെ തുലക്കണ്ടല്ലോ, അത് വിചാരിച്ചിട്ട് ഞാൻ പെണ്ണിട്ടതാണ്. അല്ലാതെ പെണ്ണ് കെട്ടിയിട്ട് ചെലവ് കൊടുക്കുന്നവനിക്ക് അതിൻ്റെ പേരിൽ പ്രതിഫലം കിട്ടാഞ്ഞിട്ടല്ല, ചെലവ് കൊടുക്കുന്നവനിക്കാണ് ചിലപ്പോൾ ഇബാദത്തെടുക്കുന്നവരെക്കാളും വലിയ പ്രതിഫലം അല്ലാഹു തആല ആഖിറത്തിൽ കൊടുക്കുക. അപ്പം നല്ല നിയ്യത്തിൽ
അല്ലെ, നമ്മൾ നല്ല നിയത്ത് വെച്ച് രാവിലെ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങുമ്പോൾ ഇത് എൻ്റെ റബ്ബെനിക്ക് നിർബന്ധമായ ചെലവ് കൊടുക്കാനാണ് എന്ന നിയത്തിലിറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നബിയിൽ മുസ്തഫ ഹബീബില്ലാഹി സയ്യിദനാ